ഹായ് ഹലോ നമസ്കാരം. പിച്ച്3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു അപ്ഡേറ്റുമായിട്ട് വന്നതാണ്. നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന കേട്ടറ്റിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വന്നു. നോക്കുക, ഒക്ടോബർ 2023 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പ്രൊഫഷണൽ ആൻസർ കീ നമുക്ക് ഇതിനു മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൽ നമുക്ക് തെറ്റ് തിരുത്താൻ അല്ലെങ്കിൽ അതിലുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ചെയ്യാനുള്ളൊരു അവസരം തന്നിട്ടിരുന്നു. അപ്പോൾ കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് എന്ത് വന്നിട്ടുണ്ട്, റെക്ടിഫൈഡ് ആൻസർ കീ ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആണ്. കാറ്റഗറി 1-നും 2-നും 3-ക്കും 4-നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി റെക്ടിഫൈഡ് ആൻസർ കീ വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ വാല്യുവേഷൻ നടക്കുക. അപ്പോൾ ഉടൻ തന്നെ ഒരു 10 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ റിസൾട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ ഇപ്പോൾ നമ്മുടെ എവിടെയുണ്ട്, കേട്ടറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സൈറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ കാറ്റഗറി 1-ൻ്റെ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി 1-ൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു റെക്ടിഫൈഡ് ആൻസർ കീയിൽ വന്നിട്ടുണ്ട്, നമ്മുടെ അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന നമ്മുടെ 101 പേപ്പർ 101 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയിൽ റോങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റോങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ മാർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ എൻവറോൺമെൻറ്റൽ സയൻസിലും ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. പെഡഗോഗിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ എൻവറോൺമെൻറ്റൽ സയൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി. ഇനി മാത്സിൻ്റെ ഭാഗത്ത് കാറ്റഗറി 1-ൽ തന്നെയാണ്, മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ ആയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചേഞ്ചും വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആൽഫ കോഡ് എ പ്രകാരം ഏതാണ് 41ാമത്തെ ക്വസ്റ്റ്യൻ, ബി പ്രകാരം 57ാമത്തെ ക്വസ്റ്റ്യൻ, സി പ്രകാരം 53, ഡി പ്രകാരം 38. ഇങ്ങനെയാണെന്നതിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കണം. ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യനിലും മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ പേപ്പർ 102 പേപ്പർ ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ കീ മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കീ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതിപ്പോൾ കാറ്റഗറി 1-ൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി കാറ്റഗറി 2-ൻ്റെ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം, പരിശോധിക്കാം. കാറ്റഗറി 2-ൻ്റെ ഓപ്പൺ അയക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക, കാറ്റഗറി 2 ഇവിടെ നോക്കണം. റെക്ടിഫൈഡ് ആൻസർ കീ ആണ് കേട്ടിട്ട് ഒക്ടോബർ 2023 കാറ്റഗറി 2-ൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയുടെ ഭാഗത്ത് മാത്രമാണ് ഒരു ചേഞ്ച് വന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഒരെണ്ണത്തെ വന്നിട്ടുള്ളൂ, അത് 2 ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. റോങ് ആൻസർ ആണ്, 2 ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ എന്തായാലും മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ഇനി കാറ്റഗറി 3-ൻ്റെ കേസിൽ, കാറ്റഗറി 3-ൽ നമ്മുടെ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതിലെ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഒരു അറബിക് കാറ്റഗറി 3 അറബിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. ഞാൻ ക്യാൻസലായ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോഷ്യൽ സയൻസിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട്. ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായിട്ടുണ്ട്, 2 ആൻസേഴ്സ് ചേഞ്ച് വന്നിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ സയൻസിലും സോഷ്യൽ സയൻസിലും മാത്രമേ ക്യാൻസലേഷൻ വന്നിട്ടുള്ളൂ. പിന്നെ അറബിക്കിൽ ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. പിന്നെ സൈക്കോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ട്. അത് നമ്മുടെ അഡോളസെന്റ് സൈക്കോളജി ഉണ്ടല്ലോ, അതിലൊരു ക്വസ്റ്റ്യൻ മാറിപ്പോയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ജസ്റ്റ് കാറ്റഗറി 4 കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. കാറ്റഗറി 4-ൻ്റെ കേസ് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറബിക്കും സാൻസ്ക്രിറ്റും അതുപോലെ തന്നെ സ്യൂയിങ്ങും, അതിൽ സ്യൂയിങ്ങിൽ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. നല്ല രീതിയിൽ 4 മാർക്ക് നമുക്ക് അവിടെ സ്യൂയിങ്ങുകാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാൻസ്ക്രിറ്റുകാർക്ക് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട്. അറബിക്കാർക്ക് 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ മാർക്കിൽ വ്യത്യാസം വരും അല്ലേ. നമ്മളിവിടെ പ്രൊവിഷണൽ ആൻസർ കീ വന്ന് നോക്കിയ സമയത്തുണ്ടായതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അഭിനന്ദനങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസരമൊന്നും ഇനിയുമുണ്ട്. നമ്മുടെ കേട്ടറ്റ് എന്ന് പറയുന്നത് ഇനിയും വരും അല്ലേ. ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ് ഒരു 5 മാസം കഴിയുമ്പോൾ ആ ഒരു പരീക്ഷ വരിക. എന്ത് വരിക, അടുത്തൊരു എക്സാം വരിക. അപ്പോൾ ഇപ്പോൾ സമയമാണ്, പഠിക്കാനുള്ള സമയമാണ്. പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നെക്സ്റ്റ് വീക്ക് നമ്മൾ നെക്സ്റ്റ് മൺഡേ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ബാച്ച് കേട്ടറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച് പിച്ച്3 അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിക്കുക. താങ്ക് യു.